സാമ്പത്തികമായും ശാരീരികമായും ദാമ്പത്തികമായും മാനസികമായും വളരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്, ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. അത് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാന് വിദേശത്തായിരുന്നു. എൻ്റെ പ്രൊഫഷണൽ, ഞാനൊരു 5 സ്റ്റാർ ഹെഡ് ബേക്കർ ഷെഫാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള സാധാരണ ബേക്കറി അല്ല. ഒരാളുടെ ഫേസ് വേണമെങ്കിൽ അതൊരു 2-3 മണിക്കൂർ കൊണ്ട് ബ്രെഡിൽ ഉണ്ടാക്കി കൊടുക്കാനും അത് ഡിസ്പ്ലേ ചെയ്യാനും കഴിവുള്ള, അത് പഠിപ്പിക്കുന്ന ഒരാളാണ്. കാരണം കുറെ കാലങ്ങളായി അത് അധ്വാനിച്ച് വളരെ ക്ലേശം ചെയ്തു. എന്ന് പറഞ്ഞാല് സ്വന്തം നമുക്ക് നോർമൽ ആയിരിക്കുന്ന ഡ്യൂട്ടി ചെയ്തതിന് ശേഷം രാത്രി 4-5 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ വേണ്ടി ചെലവാക്കി അങ്ങനെ പഠിച്ചിട്ടാണ് ഈ ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ മാറിയത്. പിന്നെ കുറെ കാലങ്ങളായി എൻ്റെ കൂടെ എനിക്ക് 4-5-8 സ്റ്റാഫ്, 3-4-5-6 ഓരോ സെക്ഷനിൽ എത്രയാണോ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മളെ സെക്ഷനിലുള്ള വെച്ചാൽ അവരെ ഹോൾഡ് ചെയ്തിട്ട് അവരെ പണിയെടുപ്പിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ശമ്പളം, ഒരു 1.5 ലക്ഷം റുപ്യ ശമ്പളത്തിന് ഒരു കുറവില്ല. എല്ലാ ഫെസിലിറ്റിയും, ജീവിതത്തിന് നല്ല ഫ്ലാറ്റും പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നിലയ്ക്ക് ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്ന് ഞാൻ നരിക്കുനി ഈ ഭാഗത്ത് അറിയുന്നവർക്കറിയാം. നരിക്കുനി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബേക്കറി ആൻഡ് കൂൾ ബാർ തുടങ്ങി. കാരണം ബേക്കറി ടച്ചുള്ള ഒരാൾക്ക് ഇവിടെ എത്തിയാൽ നല്ലൊരു പ്രൊഫഷണലായിട്ട് ഒരു ബിസിനസ്, ട്രഡീഷണൽ ബിസിനസ്സിനെ ആഗ്രഹിക്കും നമ്മൾ. കാരണം നമ്മളെ ആ ലൈഫ് സ്റ്റൈല് മേച്ചറാക്കാതെ ക്യാഷിൽ പോയിരിക്കുക, സാധനങ്ങൾ കൊടുക്കുകയും വരികയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു, അങ്ങനെ ഉണ്ടല്ലോ ഒരു മാനസികമായിട്ട്. അങ്ങനെ തുടങ്ങി 7 സ്റ്റാഫും, ഞാനടക്കം 7 സ്റ്റാഫ്, മാസത്തിൽ 80,000 ഉറുപ്പിക റെന്റും കൊടുക്കുന്ന, മുകളിൽ 40 സീറ്റും താഴെ 12 സീറ്റും 52 സീറ്റുള്ള ഒരു കൂൾ ബാർ, ഒരു ബേക്കറി. അപ്പോ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന 1 വർഷം കഴിഞ്ഞപ്പം അതിന് പൂട്ടിട്ട്. കാരണം ആദ്യം ഒരു 55 ഉറുപ്പിയൊക്കെ ഡെയിലി ബിസിനസ് വന്നു. അത് പിന്നെ 40 പിന്നെ അവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ 30, അന്ന് 30-35 ഉറുപ്പിയ ജ്യൂസിന്. ആ ജ്യൂസ് കുടിക്കാൻ ഒരാളാടെ വണ്ടി നിർത്തിയാൽ പോലീസ് 100 ഉറുപ്പിയ ഫൈനിടും. അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പൊ അതിന്റെ നേരെ കുറച്ച് മേലെ ആയിട്ട് നരിക്കുനി അങ്ങാടിയിൽ അറിയാം, കുറച്ച് മേലോട്ട് വട്ടോളി റോഡിലേക്ക് പോകുന്ന അവിടെ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ബേക്കറി വന്നു. ആ ബേക്കറി വന്നപ്പോ പതിയെ നമ്മളെ അവിടെ ബിസിനസ് കുറവ് വന്നു. പിന്നെ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മളെ ഒഴിവാക്കി. അത് ഒഴിവാക്കി. അപ്പൊ ഞാൻ അവിടുന്ന് പഠിച്ച പാഠം എന്ന് വെച്ചാൽ, അവിടെ പപ്സ് കൊണ്ടുവരുന്നവരുണ്ട്, സാൻഡ്വിച്ച് കൊണ്ടുവരുന്നവരുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിന് പതിയെ അത് ചെറുങ്ങനെ പഠിച്ചെടുത്തു. അങ്ങനെ ഇത് പൂട്ടി വന്നതിന് ശേഷം ഉണ്ടായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഞാൻ എൻ്റെ കാറിലാണ് പോവുക, നല്ല ഡ്രസ് കോഡിലാണ് പോവുക. അപ്പൊ രാത്രി വരുമ്പോ ഈ കടയിലുള്ള എല്ലാ മാലിന്യങ്ങളും എൻ്റെ കാറിന്റെ ഡിക്കിലിട്ട് പുരയിൽ വന്ന് ഒരു 10 മണി ആവുമ്പോ എൻ്റെ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്രിക്കടയിൽ നിന്ന് വലിയൊരു ഡ്രം വാങ്ങിയിട്ട് ആ ഡ്രമ്മിൽ പെറിന്റെ വേക്കില് ഒരു മൂലക്കല് ഇത് വെച്ചതാണ്. ഈ കാറിൽ കൊണ്ടുവന്ന മാലിന്യങ്ങളെല്ലാം ഇതിൽ ഇട്ടിട്ട് രാത്രി ഞാൻ കത്തിച്ച് 12 മണി 11:30-12 മണിയാവും ഉറങ്ങാന്. രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില സ്റ്റാഫ് വിളിച്ചു പറയും എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന്. ഒരാൾ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാ. അങ്ങനെ ടെൻഷൻ സ്ട്രഗിൾ ചെയ്ത് 1 വർഷം. അതിൽ പറയാനുള്ള കാരണം വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് 1 വർഷം ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ ബിസിനസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു ലൈറ്റ് കണ്ടിട്ട് പിന്നെ അടിച്ചു വെക്കും. പിന്നെ ഒന്നേരം ഉപയോഗിക്കാൻ പറ്റൂല, മക്കൾ കളിക്കാൻ കൊടുക്കല. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഈ ബിസിനസ് നിർത്തി. അപ്പം ഇനി ജീവിക്കാൻ എന്തെങ്കിലും വേണമല്ലോ.
കാരണം പ്രവാസത്തു നിന്ന് ഇത്രയും നല്ല ഇതിൽ നിന്ന് ഇവിടെ വന്ന് നല്ലൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് കൂടെ ഒരു കൊല്ലം ഇങ്ങനെ പോയപ്പം അതും അടച്ച് അതിന് പൂട്ടിട്ടപ്പം പിന്നെ ജീവിക്കാനൊരു മാർഗമല്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സാൻഡ്വിച്ച്, ബർഗർ ഇതെല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു പിന്നെ ബന്നും പിന്നെ സമൂലിയും ഒക്കെ വരുന്ന ഒരു കമ്പനി. ആ കമ്പനിയില് ഈ ഡെലിവറി ചെയ്യുന്ന 2 ദിവസം കൊടുവള്ളി റോട്ടിലും 2 ദിവസം വട്ടോളി റോട്ടിലുമാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ പോവാ. അവനെ കണ്ടുപിടിച്ച് അവനോട് പറഞ്ഞു, ഈ ദിവസം 150 സമൂലിയും ഒരു 50 25 എത്ര ഓർഡറിലെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു 25-40 ബർഗറിന്റെ ഇതും തരണം എന്നാണ്. എന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനും വൈഫും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഈ ബർഗറും സാൻഡ്വിച്ചും ഉണ്ടാക്കിയിട്ട് ബാലുശ്ശേരി മുതൽച്ച് എന്നെ അറിയുന്നവർക്കറിയാം, അന്ന് ബാലുശ്ശേരി മുതൽച്ച് പൂനൂര്, ചളിക്കോട് ഇങ്ങനെ വന്ന് നരിക്കുനി ഇങ്ങനെ കുട്ടമ്പൂര് ഈയാടെത്തും. ഒരു 12 മണിയാകുമ്പോഴേക്ക് ഒരു 1000 റുപ്യ 1000 റുപ്യന്റെ കീശര്. അങ്ങനെ ഇതിന് സാധനങ്ങളൊക്കെ വാങ്ങി അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നരിക്കുനി പോയിട്ട് ഹോൾസെയിലായിട്ട് പച്ചക്കറികൾ വാങ്ങി വരിക ചെയ്യാം. അങ്ങനെ ഞാനൊരു ദിവസം പച്ചക്കറിയും വാങ്ങി എൻ്റെ ആക്റ്റീവയിൽ ഇങ്ങനെ വരുമ്പം മൂർക്കംകുണ്ട് എന്ന സ്ഥലത്ത്, അവിടെ അറിയുന്നവർക്കറിയാം, അവിടെ ബസ് സ്റ്റോപ്പ് 2 ഒടിഞ്ഞു പോയ പോസ്റ്റിന്റെ ഇത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഷീറ്റ് ഇട്ട ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ അവിടെ എത്താൻ ഒരു മഴ പെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് ഉള്ളിയും കസ്സും എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ തൂക്കിയിട്ട് വരികയാണല്ലോ, ഒരു ചാക്ക് ഉള്ളി എങ്ങാനുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ആ ബസ് സ്റ്റോപ്പിൽ ഒരാളും ഒരു സ്മാർട്ടായിട്ടുള്ള ഇൻസൈഡ് ചെയ്ത് കാണാൻ നല്ല ഒരു എന്താ പറയുക VIP ലുക്കുള്ള ഒരാളും ചെറിയൊരാളും ഒരു 4-5 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ മെല്ലനെ സൈക്കിൾ ഇങ്ങനെ പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറ്റി അവരെ മാറി തന്ന് അവിടെ നിർത്തി. ഞാൻ അവിടെ നിന്നു. ഈ മഴ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാം പോവലൊടി. കുട്ടികളെല്ലാം പോയതിനു ശേഷം ഈ ഒരാള് അവിടെ ഉണ്ട്. അയാൾ എൻ്റെ അടുത്ത് നിന്ന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നരിക്കുനിയിലൊരു ഷോപ്പായിരുന്നു, ആ ഷോപ്പ് പൂട്ടിയതിനു ശേഷം ഞാനിപ്പോ സാൻഡ്വിച്ച്, ബർഗർ ഇതൊക്കെ ലൈനിൽ ഇങ്ങനെ കൊടുക്കല കടയിൽ നിന്നാണ്. ആ ശരി, ഞാൻ ഈ പപ്സൊക്കെ കൊടുക്കലുണ്ടായിരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊരു എക്സ്ട്രാ വരുമാനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ടല്ലോ, എക്സ്ട്രാ വരുമാനം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ഇതിലേക്ക് മാറിയാലേ ഇതിൽ നിന്ന് കിട്ടുന്ന ഇത്രയല്ലേ ഉള്ളൂ, ഉണ്ട് എന്നാണ്. എന്നാ നിങ്ങളെ നമ്പർ നോട്ടെ എന്നായിരുന്നു. ഇയാള് നമ്പർ വാങ്ങി. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര്, ഞാനിവിടെ പൂനൂരാണ്, എൻ്റെ പേര് ഷാഹിർ എന്നാണ്. പിന്നെ ഞാൻ ഈ മേഖലയൊക്കെ ചെയ്തതാണ്. ഇപ്പം ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഇത് കേട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നമ്പർ വാങ്ങി. സാധാരണ ഇന്നൊക്കെ മൈ ലൈഫിൽ നമ്മളൊരാളെ കണ്ടാൽ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യല. ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് പിന്നെ ഈ നമ്പറിൽ വിളിച്ച്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു. ഞാൻ നാളെ വരാൻ ഞാൻ വൈഫിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. വൈഫ് പറഞ്ഞു, വെറുതെ ഓരോരുത്തർ പോയി കൊടുക്കണ്ട, ഓരോരോ ഇത് കേൾക്കലില്ലേ നിങ്ങൾ, അതിലൊന്നും കൊടുക്കണ്ട, നമ്മൾ നല്ലോണം ജീവിച്ചു പോരുന്നാലേ എന്നാണ്. ഞാൻ പറഞ്ഞു, ആളെ കണ്ടിട്ട് നല്ലൊരാളാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്തോ ചിലപ്പം പഠിച്ചാൽ നമ്മൾ കൊണ്ടുത്തരുന്നതായിരിക്കും ഒരു ജീവിതമാർഗം. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് ഞാൻ വിളിക്കട്ടെ എന്നാണ്. അങ്ങനെ വിളിച്ച് പറഞ്ഞ് പിറ്റേന്ന് ഒരു ഉച്ചയായപ്പം 3 ആളുകൾ വരുന്നു എൻ്റെ വീട്ടിൽ. ഈ പറഞ്ഞ ആളില്ല. അപ്പൊ അവിടെ വന്ന് അന്ന് സൈക്കിൾ മേലാ വന്ന് നിൽക്കും, കാറിലാ വന്ന്. സൈക്കിൾ മേലാണ് ആള് പോലെ, മോട്ടോർ സൈക്കിൾ മേലൊക്കെ പോലെ. അങ്ങനെ ഇവിടെ വന്ന് അപ്പൊ ബിജു എന്നാ പേര് എന്നിട്ട് ബെല്ലടിച്ച് കയറി അകത്തിരുന്നപ്പോ എൻ്റെ വീട്ടില് എൻ്റെ പറമ്പിന് എന്തില്ല, ഫെൻസിങ് ഇല്ല, ഓപ്പണാ, അടുത്ത വീട്ടിൽ നിന്നൊക്കെ കാണും. അപ്പൊ ഇവര് 3 ആള് വന്നപ്പോ പടച്ചോൻ ഇതെന്താ വന്ന് ആൾക്കാരൊന്നും കാണാൻ. ഞാൻ പറഞ്ഞു, നമ്മൾ മുകളിൽ കയറാന്നാണ്. നേരെ മുകളിൽ കയറി അവിടെ ഇരുന്ന് ബിജു സാറ് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ജീവിതത്തിൽ ഇന്ന് വരെ നെറ്റ്വർക്കിനെ പറ്റി ഒരു ABCD ഇല്ല, ഞാൻ അറിയൂല. ഇങ്ങനെ നെറ്റ്വർക്ക് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജോലി ചെയ്യുന്ന, ഗൾഫിൽ നിന്ന് വരുന്ന, 21 ദിവസം ഇവിടെ നിൽക്കുന്നു, ലാവിഷായിട്ട് വന്ന് പോന്ന്, ഈ ഒരു സിസ്റ്റാണ് എൻ്റെ. അതിനുശേഷം ഇവിടെ വന്ന് നരിക്കിനി ഷോപ്പ് ഓപ്പൺ ചെയ്ത് രാവിലെ പോവും, വൈകുന്നേരം വരും. അതിൻ്റെ അടുക്ക് നെറ്റ്വർക്കോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല.
അത് ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കൂല, എനിക്ക് അതിനെപ്പറ്റി യാതൊരു വിവരമില്ല. അപ്പൊ ഇയാള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി മുകളിൽ ഇരുത്തി. നിർത്തുന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല, 3.5 മണിക്കൂറാണ് ബിജു സാറ് ഈ വന്ന ആള് രണ്ടും ഒപ്പരം വന്ന ആൾ ഇന്ന് ബിസിനസ്സിലില്ല കേട്ടോ. അപ്പൊ ബിജു സാർ ഇതെല്ലാം പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ കഴിയും, ഇങ്ങനെ എടുക്കണം, ഓരോ പീസ് എന്തെങ്കിലും എടുക്കണം എന്നാണ്. അങ്ങനെ ബിജു സാർ എന്ത് ചെയ്ത്, അപ്പൊ ഞാൻ വൈഫിനെ വിളിച്ചോ, വൈഫ് വന്ന് മകളും വന്ന് ഞങ്ങൾ മൂന്നാളുകൾ മുകളിൽ ഇരുന്ന് 3.5 മണിക്കൂർ ഇത് കേട്ടതിന് ശേഷം ഓരോ സാധനങ്ങൾ കഫ്നിലൊന്ന് ലിവഗൈൻ 2 അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് 52,000 റുപ്യന്റെ ലിസ്റ്റ് ഇട്ട് 52,000 റുപ്യന്റെ. അപ്പൊ ഞാൻ താഴെ വന്ന് വൈഫിനോട് പറഞ്ഞ് പൈസ കയ്യിലുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഒരു പൈസ ഇപ്പം കൊടുക്കണമെന്ന് പറയുന്നതാണ്. അങ്ങനെ പൈസയും കൊടുത്ത് ബിജു സാറ് ഇവിടുന്ന് പോയി. ബിജു സാറ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിളിച്ചു, സാധനമില്ല. പിന്നെയും വിളിച്ചു, 4 ദിവസം കഴിഞ്ഞ് പിന്നെയും സാധനമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ സാറേ ഇങ്ങനെ, പൈസ പറ്റിപ്പോയോ? പിന്നെ പറഞ്ഞു സാറേ ഒരു പ്രശ്നം. അപ്പൊ സാറേന്നാ വിളിക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ സാറേന്നൊന്നും ആരും വിളിക്കില്ല. അപ്പൊ സാറേന്ന് വിളിച്ചപ്പോ പിന്നെ ഇതില് അലോസരുണ്ടാവും, ഇത് കേട്ടവരുണ്ടാവും ഇതില്. പിന്നെ എനിക്കൊരു ക്ലാസ് ഒന്നും എടുക്കാൻ അറിയില്ല, ഞാൻ എൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പോ പിന്നെ ഇവിടെ വന്ന് പൈസയും വാങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞ് സാധനം പിന്നെ വിളിച്ചവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരാൾക്ക് സാധനം തരാൻ കഴിയില്ല, ഞങ്ങൾക്ക് അത് പിന്നെ വേറെ ഇവിടെ കേരളത്തിൽ എവിടെയും കിട്ടില്ല സാധനം, പിന്നെ ദൂരെ പോയി എടുക്കണം, ബാംഗ്ലൂർ പോയിട്ട് എടുക്കണം. അപ്പോൾ കുറെ ആളുകളുടെ പൈസ ഒരുമിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. അന്നപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 3-4 ദിവസം കൊണ്ട് സാധനം വരുന്നതാണ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് കുറെ ബോക്സുമായിട്ട് ഇവര് വന്ന് എന്നോട് പറഞ്ഞു, ഈ ബോക്സ് ഇവിടെ വെക്കണം നിങ്ങൾ, പിന്നെ ഇതിലൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആണ്, നിങ്ങളൊരു ഹോം മീറ്റിംഗ് വെക്കണം. അപ്പൊ നമ്മളെ ലീഡർമാർക്ക് സറണ്ടർ ആണോ എന്നുള്ളതിന്റെ ഒരു പോയിന്റിലേക്കാണ് ഞാൻ ഇത് വരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെയാണ് ഹോം മീറ്റിംഗ് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ, എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അറിയില്ല, ഞാൻ ഇതിൽ ശിശുവാണ്, ഒന്നും അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ കല്യാണമൊക്കെ വിളിക്കില്ലേ, കത്തടിക്കില്ലേ? ഓ ഉണ്ട്, എന്നാൽ ഞാനൊരു മോഡൽ തരാം, നിങ്ങളൊരു കത്തടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു മോഡൽ തന്നു. പിന്നെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, പിന്നെ ആയുർവേദ, വെൽനസ് ഉൽപ്പന്നങ്ങളാണ് ഇത്. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറാനുള്ള ഒരു ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് ഇന്ന ടൈമിൽ നിങ്ങളെ വീട്ടിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടിക്കണമെന്നാണ്. അങ്ങനെ ഞാൻ നരിക്കിനി പോയി 60 കത്തടിപ്പിച്ചു. ആ കത്ത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ വീട്ടിലും, എൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ വീട്ടിലും അറിയുന്ന ആളുകൾക്കെല്ലാം കൊടുത്തു. കാരണം ഭയങ്കര ഉഷാറ്, ഞാനൊരു പരിപാടി തുടങ്ങല്ലേ, ഭയങ്കരമായിട്ട്. അങ്ങനെ ഇത് കൊടുത്തു. അപ്പൊ ബെൽനി സാറ്, പിന്നെ ഒരു ആയുർവേദ ഡോക്ടർ, ബിജു സാറ്, സായിർ സാറ്, ഇവര് 4 ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന്. ഞാൻ അപ്പോഴേക്കും എന്ത് ചെയ്തിക്ക്, ഈ കല്യാണ ഓർഡറുകളൊക്കെ കൊടുക്കുന്ന കസേല മേശൊക്കെ അല്ലേ, അവിടെ നിന്ന് ഒരു അഷ്റഫ് ഉണ്ട്, അവനോട് പറഞ്ഞ് ഇനി ഒരു 25 കസേലയും ഒരു മേശയും കൊണ്ടുവരണം എന്നൊരു മുറ്റത്തിട്ട്. അപ്പൊ ഒരു 25 ആള് വന്നു. അൽഹംദുലില്ലാ 25 ആള് വന്ന്. അപ്പോ നല്ലൊരു പ്രസംഗം. ഈ ഡോക്ടർ ആദ്യം ചോദിച്ചത് 50 വർഷം, ഇപ്പോഴും ഓർമ്മയുണ്ടത്, 50 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കാത്ത ആളുകൾ ആരോ ഉണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല. അവസാനം 5 വർഷമായിട്ട് കഴിക്കാത്ത ആരോ ഉണ്ടോ? ആരുമില്ല. 1 വർഷമായിട്ട് കഴിക്കാത്ത ആരോ ഉണ്ടോ? ആരുമില്ല. എന്നാൽ ഞാൻ 50 വർഷമായി ഒരു മരുന്നും കഴിക്കലില്ല എന്നാണ്. അപ്പൊ അതെങ്ങനെ? അപ്പോ അതിനെപ്പറ്റി വിശദീകരിച്ചു. ഞാൻ ഇവിടെ വെച്ച സാധനങ്ങളെല്ലാം വെൽനസ് ഉൽപ്പന്നങ്ങളാണ്, രോഗം വരാതിരിക്കാനുള്ള ഫുഡ് ഇതിൽപ്പെട്ട സാധനങ്ങളാണ്. അതൊന്നും മരുന്നല്ല, ഇത് ഇന്ന കാര്യത്തിന് ഉപയോഗിച്ചാൽ ഇന്ന ഗുണങ്ങൾ അതിനുണ്ട് എന്ന് വിശദമായി വിശദീകരിച്ചു. അങ്ങനെ ബെൽനിസാർ പറഞ്ഞു, ഇത് നഷ്ടല്ലാതെ, ബെൽനിസാർ അന്നും ഇന്നും പറയുന്ന ഒരേ വാക്കാണ്, നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത കച്ചവടമാണിത്.
നിങ്ങൾ 10 രൂപക്ക് ഞാൻ ചെയ്യുന്ന ഈ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്കത് ഉപയോഗിക്കുക, അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. ആ ഒരു വാക്ക് ബെല്ലി സാർ ഇവിടെയും പറഞ്ഞു. അങ്ങനെ ബെല്ലി സാർ ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് പോയി. അതിനുശേഷം ഇവിടെ ഉള്ള ആളുകൾ, എൻ്റെ അയൽവാസികൾ, പിന്നെ കാലിന്റെ മുട്ട് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആളുകളുണ്ടായിരുന്നു. കാലിന്റെ മുട്ടിന്റെ വേദന ഉള്ളവരുണ്ട്. അങ്ങനെ പല പ്രശ്നത്തിനും ആളുകൾ ഇവരോട് ഡിസ്കസ് ചെയ്തു. ഡോക്ടറോട്, ഈ ആയുർവേദ ഡോക്ടർ നടുവണ്ണൂരുള്ളതാ, അയാൾ ഇപ്പൊ ഇതിലില്ല. പിന്നെ അപ്പോ അയാൾക്ക് പ്രായത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് അയാൾ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഇതിലിപ്പോ വർക്ക് ചെയ്യുന്നില്ല. കാരണം അത്രയും പ്രായമായിട്ട് അയാൾക്ക്. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് അയാളിപ്പോ. മറ്റു രംഗങ്ങളിലൊക്കെ അങ്ങനെ എവിടെങ്കിലും സ്റ്റേജിലൊക്കെ ചെറിയ പരിപാടികളൊക്കെ കാണാം. ലൈഫിന് നല്ല സപ്പോർട്ടാണ്, ഉഷാറാണ് ആള്. അപ്പോ പിന്നെ ഇവിടുന്ന് ആളുകൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഉൽപ്പന്നം വാങ്ങി ഒരു വീട്ടില്, എൻ്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടില് കുറ്റിയാടി സായി സാറേയും കൊണ്ട് ഞാൻ പോയി. അവിടെ പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ 40,000 റുപ്യക്ക് റീറ്റെയിൽ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40,000 റുപ്യക്ക് റീറ്റെയിൽ ചെയ്തു. 2 പോക്ക് കൊണ്ട് അവർക്ക് ചെയ്ത് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. 95ഉം മറ്റ് പ്രൊഡക്റ്റുകളും കഴിച്ച്. അപ്പോ അങ്ങനെ കൊടുത്ത് അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പം തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ആളുകൾ എന്നെ എന്ത് ചെയ്ത് കളിയാക്കാൻ തുടങ്ങി. ഇത് പിന്നെ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. പണ്ട് ആട്, മാഞ്ചിയം, തേക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും വലിയൊക്കെ അവിടെ വന്നതാണ്. അതുകൊണ്ട് അതിൽപ്പെട്ടതാണ്. ഇനി എങ്ങനെ കുടുങ്ങി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാനും. അപ്പൊ വല്ലാത്തൊരു വിഷമം. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ല. എൻ്റെ ഭാര്യ, മക്കള് മാത്രമേ സപ്പോർട്ടുള്ളൂ. ഭാര്യ നല്ല സപ്പോർട്ടാണ്, മക്കള് നല്ല സപ്പോർട്ടാണ്. മറ്റുള്ള ആരുമില്ല. എൻ്റെ അനിയന്മാരുണ്ട്, മറ്റുണ്ട്, ആരും ഇതിൽ ഇരിസം വന്നില്ല. എൻ്റെ ഇപ്പൊ സഹോദരി, ഭർത്താവ് ഇവരൊക്കെ വരുന്നുണ്ട്. കാരണം അങ്ങനെ എല്ലാവരും അന്ന് ഇങ്ങനെ കുറവായപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഇത് നിർത്തി. ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി വന്ന് പിന്നെ കുറെ കഴിഞ്ഞ് ഒരു കൊല്ലം 1.5 കഴിഞ്ഞ് അപ്പോഴേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മളെ ID പിന്നെ ഈ സിസ്റ്റത്തിലുള്ള ആ സിസ്റ്റത്തിലൊക്കെ നമ്മളുണ്ട്, ഗ്രൂപ്പിൽ നമ്മളുണ്ട്. ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഔട്ടാവും, ഇവര് പിന്നെയും അടിക്കും, സാറ് ഔട്ടാവും, പിന്നെയും അടിക്കും. ഈ ഒരു സിസ്റ്റം തന്നെ ആയി. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ അന്ന് ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയ സമയത്ത് കണ്ട ആളുകളൊക്കെ ഇതിൽ നല്ല ടൈയും കോട്ടും നല്ല ഉഷാറിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ഇങ്ങനെ വളരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ബേസായിട്ട് ഇത് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെയും തുടങ്ങി. ആ ഒരു തുടക്കമാണ് ഇപ്പോ അൽഹംദുലില്ലാഹ് സോണൽ ടീം കോർഡിനേറ്റർ എന്ന ഒരു റാങ്കിലേക്ക് എത്തിയത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്തിപ്പെട്ടത് വലിയൊരു മേഖലയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, സാമ്പത്തികമായും ദാമ്പത്തികമായും മാനസികമായും നമ്മളെ ഉയർത്തുന്ന ഒരു കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിലെ നമ്പർ 1 കമ്പനിയായ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. ഇതിൽ വന്നാല് നമുക്ക് ഒരുപാട് ചേഞ്ചിങ് ഉണ്ടാവും. കാരണം ഒരു മനുഷ്യനിക്ക് പിന്നെ ആളുകളോട് എന്തെങ്കിലും, നമ്മളൊരു 10-45 വയസ്സിന്റെ ഇടയിൽ, വല്ല 10-35 വയസ്സിന്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ, ചെറുപ്പക്കാരായാലും അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു തെറ്റി നിൽക്കുന്നവരോ അവരോട് അസൂയുള്ളവരൊക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലേക്കുള്ള ഒരു ഇൻ്ററോട് കൂടി നമ്മൾ ചേഞ്ച് ആകാണ്. നമ്മളെ സ്വഭാവം നന്നാവുകയാണ്. നമുക്ക് ആരോടും പകയില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന, ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഏതായിക്കോട്ടെ അങ്ങനെ വിജയിക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു വലിയൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന വലിയൊരു കമ്പനിയാണ്. അതിനൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മളെ ലീഡേഴ്സ് ആയിരിക്കുന്ന, നമ്മളെ വലിയ ലീഡേഴ്സ് ആയിരിക്കുന്ന ഉമർ സാറിന് ഒരു ആരായിക്കോട്ടെ ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഓരോരുത്തരും പ്രസംഗിച്ച, ഓരോരുത്തരും ക്ലാസ് എടുത്തത് അത് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ആ വൈറലാവുമ്പോൾ ഉമർ ഉസ്താദിന് ഒരു പൈസ പോലും ആയത് കിട്ടുന്നില്ല. പക്ഷെ അവര് അറിയപ്പെടുകയാണ്, അവരെ ടീം വളരെയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, അത് മനസ്സിന്റെ വലുപ്പമാണ്. എല്ലാവർക്കും മനസ്സിന്റെ വലുപ്പം വർദ്ധിക്കുകയാണ്. ഞാൻ വലിയവനാണ്, വലിയതായി വെക്കണം, മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്ന ഗുണങ്ങൾ ചെയ്യണം.
അതാണ് ഈ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിലെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ വന്ന ആളുകൾക്കെല്ലാം പഠിക്കാനും ഇങ്ങനെ പ്രാവർത്തിയാക്കാനുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടീം ഡെവലപ്പ് ചെയ്യണം. ടീം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ, അദ്ദേഹം നല്ല സെയിൽസ് ചെയ്യാൻ കഴിവുള്ള ആളാണ്, നല്ല സെയിൽ ചെയ്യും. പക്ഷെ ടീം ഡെവലപ്പ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യണം. അത് ദിവസം 1500 റുപ്യ വേറെ ജോലിക്ക് പോയാൽ കിട്ടും. അക്കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റും ഉപയോഗിക്കും, പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്യും. ടീം ഡെവലപ്പ് ചെയ്തില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ഹോസ്പിറ്റലില് പരസഹായം അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയില്ല. സാമ്പത്തികമായിട്ട് മറ്റുള്ളവർ സഹായിക്കണം. എല്ലാവരും പിരിവെടുത്ത്, ഈ പിരിവൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമയം ഉണ്ടായിന്. ചിലപ്പോൾ 1 മാസം, 2 മാസം, 3 മാസം എടുക്കും. അതിൽ കൂടുതൽ ഒരാൾക്ക് പിരിവെടുത്ത് കൊടുക്കാനൊന്നും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇന്ന് ഒരു ടീം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നിത്യ ചെലവിനുള്ള പൈസ അദ്ദേഹത്തിന് നമ്മളെ ഈ കമ്പനിയിൽ കൂടി കിട്ടിയായിരുന്നു. ഇപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞത്, ഇപ്പൊ അരമണിക്കൂർ മുമ്പ് എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ അവന്റെ ടീമിലുള്ള കുറെ ആളുകളില്ലേ ചെയ്യാത്തവര്, അവരെടുത്ത് പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാ, എന്നിട്ട് വീണ്ടും ഒന്ന് ടീമാക്കി കൊണ്ടുപോയാ നമ്മൾ രക്ഷപ്പെടുമല്ലോ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ടീം ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, നമുക്ക് സാമ്പത്തികമായിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു പാസീവ് ഇൻകം വരാനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ആ പാസീവ് ഇൻകം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ടീം വേണം. അതുകൊണ്ട് എല്ലാവരും, ഞാനടക്കമുള്ള, എനിക്കും ടീം കുറവാണ്, ഞാനൊരു സോണൽ ടീം കോർഡിനേറ്ററാണ്, STCയിലേക്ക് പോവാണ്, ഇപ്പം ഡെവലപ്പായി ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഈ പോകണമെങ്കിൽ ഇതിലൊരുപാട് സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട്. കാരണം നമ്മൾ ഒരാളെ വളർത്തി കൊണ്ടുവരുമ്പോൾ അതിന് പാര വെച്ചിട്ട് ആളുകൾ പോന്നവരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. ഇതിൽ കുറെ വീഴ്ചകൾ വരും. കുറെ വീണാലേ കുറെ എന്ത് ചെയ്യും, നമുക്ക് വളരാൻ കഴിയും. കാരണം എന്തൊരു കാര്യം ഒരാൾ വളരുകയാണെങ്കിലും ആ വളർച്ചയ്ക്ക് അവരുടെ ഒരു തളർച്ച ഉണ്ട്. ഞാൻ തന്നെ ആദ്യം വലിയ ഉഷാറായിട്ട് ബിസിനസ് തുടങ്ങിയതാ. ആ ബിസിനസ് പൊട്ടിയപ്പോൾ എനിക്ക് റബ്ബ് വേറൊരു വഴി തന്നു. ഈ തന്ന വഴികള് എന്നെ നല്ലതാക്കി എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഒരുപാട് മോശമായിരുന്നു. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, മറ്റുള്ളവരോട് വെറുപ്പുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പം ഇല്ല. കാരണം എന്താ അറിയോ? ഞാൻ കാണുന്നത് നല്ല മനുഷ്യന്മാരെയാണ്. നമ്മളൊരു GTSലോ മറ്റ് പരിപാടികളിലോ പോയി കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്ന നല്ല മനുഷ്യന്മാരാണ് നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേറെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയത് ഈ ഒരു കാഴ്ച കൊണ്ടാ. നമ്മൾ രാവിലെ ഈ മോർണിംഗ് മീറ്റിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നത് നല്ല കുറെ മനുഷ്യന്മാരെയാണ്. എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങുന്ന. ഇപ്പോ നമ്മൾ മുസ്ലിങ്ങൾ നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക്, കഅബയിലേക്ക്, ഒരേ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെ അതിന്റെ വേറൊരു അക്സാണ് ഇത്. നമ്മൾ വിജയിക്കണമെന്ന ആരുടെയും ഔദാര്യമില്ലാതെ എൻ്റെ ജീവിത ലക്ഷ്യം, എനിക്ക് നല്ല കാറ് വേണം, നല്ല വീട് വേണം, നല്ല മക്കൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിലെ നമ്പർ 1 കമ്പനിയായ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ഉറപ്പാണ്. പക്ഷേ നമുക്കെല്ലാം പറ്റുന്നത് എവിടെയോ ഒരു പാളിച്ചകൾ. ഈ പാളിച്ചകളെല്ലാം നമ്മൾ ലീഡേഴ്സിന് സറണ്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പാ വിജയിക്കും. ഞാൻ ഇന്നലെ ഒരു ഹോം മീറ്റിങ്ങിന് പോയപ്പോ അതിൻ്റെ അടുത്ത് 5 കൊല്ലം മുമ്പ് നമ്മളെ ഇതേ കമ്പനിയിൽ ഐഡി അടിച്ച് വന്ന ആളുകൾ 2-3 ആളുകളുണ്ട്. അവർക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർ ഈ കമ്പനിയെ പറ്റി തെറ്റിദ്ധരിച്ചു. ലീഡേഴ്സ് ശരിയില്ലാത്തതുകൊണ്ട്. കാരണം നമ്മളെ കൂടെ ആര് വന്നോ അവരെ മക്കളെ എന്താണോ ചെയ്യുന്നത് ആ
ചിറകിന്റെ അടയിൽ വെച്ചിട്ട് വളർത്തുന്നത് പോലെ നമ്മളെ കൂടെ വരുന്നവരെ അവരുടെ ദേഷ്യവും അവരുടെ പ്രയാസങ്ങളും എല്ലാം കേട്ടും അവരുടെ ദേഷ്യത്തിന് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്തു എല്ലാം അവരെ വളർത്തി 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 കൊണ്ടുവന്ന് കോഴി കൊത്തിപ്പിരിയും പോലെ അവരതായ ഭക്ഷണത്തിന് വേണ്ടി കോഴി പിരിഞ്ഞു പോകുന്ന മാതിരി നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഐഡി അടിപ്പിക്കാനും KYC ചെയ്യാനും എല്ലാറ്റിനും നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരായി മാറും. ഇന്ന് ഓരോ ഇതിൽ വളർന്നു വരുന്ന ലീഡേഴ്സും അവർക്കുള്ള കഴിവല്ല, അവരെക്കാളും കൂടുതൽ കഴിവുള്ള വലിയ എല്ലാ നിലക്കും കഴിവുള്ള ആളുകൾ വരുമ്പോ നമ്മൾ വളരും. നമുക്ക് വലിയ കഴിവൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ വന്ന ആളുകൾ ഞാനടക്കമുള്ളവര് ഇതിൽ വരുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് നല്ല നിലക്ക് ഇതിൽ ബിസിനസ് ചെയ്ത് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നല്ല നിലക്ക് ഇത് ചെയ്യണം. ഒരു എറുമ്പ് പറഞ്ഞ ഒരു കഥ, അത് വല്ലാത്തൊരു കഥയാണ്. കാരണം എറുമ്പുകള് ഒരുപാട് സാറ് പറയലുണ്ട് എറുമ്പിന്റെ കഥകള്. അതുപോലെ തന്നെ ഒരു വിത്തിന്റെ വലിയൊരു സ്വപ്നമുണ്ട്. ഒരു ദിവസം ഒരു ചെറിയ വിത്ത് മണ്ണിനോട് ചോദിച്ചു, ഞാൻ എത്ര ചെറുതാണ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? മണ്ണ് പറഞ്ഞു, നീ ഇപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ നിന്റെ ഉള്ളിൽ ഒരു വലിയ മരത്തിന്റെ സാധ്യതയുണ്ട്. നീ വളരാൻ തുടങ്ങൂ. വിത്ത് മണ്ണിനടിയിൽ കിടന്ന് മഴയും വെയിലും സഹിച്ച് പല ദിവസങ്ങളിലും അതിന് തോന്നി ഇനി ഞാൻ വളരില്ല എന്ന്. പക്ഷേ എനിക്ക് കഴിയില്ല. പക്ഷെ അത് ശ്രമം നിർത്തിയില്ല. അങ്ങനെ വളർന്ന് വളർന്ന് അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഇത് വലിയൊരു മരമായി ഇത് എല്ലാവർക്കും തണലായി മാറി. അന്ന് ആ മണ്ണ് പറഞ്ഞ കഥയാണ് ഈ വിത്തിനോട്, നീ ചെറുതല്ല, നിനക്ക് വലുതാവാനുണ്ട്. അപ്പൊ നമ്മളെ കൂടെ വരുന്ന പലരും ഒന്നും അല്ലാത്തവര്, സ്കൂളിൽ പോവാത്തവര് എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള എന്താണോ അവർക്ക് വളരാനുള്ളത് അത് നമ്മൾ ലീഡേഴ്സ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരാണ്. ഇപ്പൊ ഇന്നലെ എന്നോട് എന്റെ ലീഡർ പറഞ്ഞു, നിങ്ങൾ മോർണിംഗ് മീറ്റിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് അറിയാം, എനിക്കൊന്നും അറിയില്ല സാറേ. ഞാൻ ഇന്നാള് വന്നപ്പോ എന്തൊക്കെ നിങ്ങൾ പറയാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളെ വന്ന വഴികൾ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വന്ന വഴികൾ മാത്രമായി പറഞ്ഞത്. പക്ഷെ അപ്പോ എന്റെ ലീഡേഴ്സ് എന്നിൽ നിന്ന് എന്തോ കാണുന്നുണ്ട്, എന്നെ വളർത്താനുള്ള വഴികൾ എന്റെ ലീഡേഴ്സ് കാണുന്നുണ്ട്. അപ്പോ ഇതിൽ വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൂടെ വന്ന ആളുകൾ, നിങ്ങൾ ലീഡേഴ്സ് ആരാണോ അവര് TC ആവട്ടെ, ATC ആവട്ടെ, അല്ലെങ്കിൽ റൂബി ആവട്ടെ, ഇപ്പോ ഒരു ബ്രൗൺസ് ആയ ആളുകളെ ലീഡർ സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ റൂബി ആയിരിക്കും, അല്ലെ കോർഡിനേറ്റർ ആയിരിക്കും. ഈ കോർഡിനേറ്റർ ആയാലും ആരായാലും അവര് പറയുന്ന കാര്യങ്ങൾ സമീന വാത്തൈന, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് സറണ്ടർ ആയി നിന്നാൽ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കൂ. അല്ലെ വിജയിക്കില്ല. കാരണം നമ്മൾ അറിയാത്തത് എന്ത് കഴിവ് നമുക്കുണ്ടെങ്കിലും നമ്മൾ നിലവിൽ ചെയ്യുന്ന എന്ത് കാര്യമാണോ അതിൽ നമുക്ക് കഴിവുണ്ടാവും. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിൽ നിങ്ങളെ ലീഡറാണ് നിങ്ങളെക്കാൾ കഴിവുള്ളത്. വിദ്യാഭ്യാസത്തിലും വയസ്സിലും ഒക്കെ നിങ്ങളെക്കാൾ താഴായിരിക്കും. പക്ഷെ നിങ്ങളെക്കാൾ ഒരു ദിവസം മുമ്പ് ഐഡിയ അടിച്ച് അദ്ദേഹം വന്നിട്ടുണ്ടോ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ക്ലാസ് കിട്ടിയിരിക്കും. ഇതിലുള്ള 1 ഡേ ട്രെയിനിങ്, 2 ഡേ അഡ്വാൻസ് ട്രെയിനിങ്, 2 ഡേ RTP, ഈ ക്ലാസ്സുകളൊക്കെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടായ ആളാണ് ഈ ഒരാളെ കൺവിൻസ് ചെയ്ത് ക്ലാസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നാളെ വളരാൻ പറ്റിയ ഒരു മേഖലയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞോ, ഇന്ന് വളരാൻ പറ്റിയ ഒരു മേഖല ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അല്ലാതെ ഉലകത്തിലില്ല. സ്നേഹിക്കാനും സമ്പാദിക്കാനും ആശയവിനിമയം നടത്താനും നമ്മളെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വളരാനും ഇത് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ വേറൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇതില് വന്ന ആളുകൾ, ഞാനടക്കം, നമുക്കുള്ള നേതൃത്വം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബെൽനിസാറുടെ ഒരു നേതൃത്വം വല്ലാത്തൊരു നേതൃത്വമാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നല്ല ക്ഷമയോടെ കേൾക്കാനും അതിന് നമുക്ക് എന്താണോ
സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്ത് തരാനും നമ്മളെ മുന്നോട്ട് നയിക്കാനും എല്ലാറ്റിനും കഴിവുള്ള ഒരു വല്ലാത്ത ലീഡറാണ്. ഞാൻ പിന്നെ ഇപ്പൊ കുറെ മുമ്പ് ഒരു കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5 മണിക്ക് എൻ്റെ മകളെ ഇറക്കാൻ പോയപ്പോ ബെലിൻ സാർ അവിടെ ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അല്ല കരീം സാറേ എന്തെല്ലാം സ്ഥിതി? ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പോകുന്നത്, ഉഷാറായി പോകുന്നുണ്ട് എന്നാണ്. പിടിച്ചു നിന്നോളിയാ രക്ഷപ്പെടും. കാരണം അത് വല്ലാത്ത വാക്കാ, പിടിച്ചു നിന്നോളിയാണ്. കാരണം ഇതിൽ വന്ന ആളുകള് വളരെ സ്ലോ ആയിട്ട് പോകുന്ന ആളുകൾ കുറെ കഴിയുമ്പോ നല്ല ഉഷാറായിട്ട് പോകും. ഞാൻ ഈ പറഞ്ഞ വിത്തിന്റെ ഗുണം, ആ വിത്ത് മണ്ണ് കിടന്ന് ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് കളിച്ച് കുറേ കഴിഞ്ഞ് ചിലപ്പോൾ ഉണങ്ങിപ്പോവും, ചിലപ്പോൾ ഉഷാറാവും. അങ്ങനെ പിന്നീട് ഒരു വളർച്ച, ആ വളർച്ചക്ക് പിടിച്ചിക്കാൻ കഴിയല നമ്മളെ ആഗ്രഹങ്ങള്. കാരണം നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മണ്ണ്, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടില് കുറെ തെങ്ങുണ്ട്. ആ തെങ്ങിന് ഞാൻ ഇടുന്ന വളങ്ങള് കംപ്ലീറ്റ് നമ്മളെ വള. ഇപ്പൊ 3 കിലോ, 1 കിലോ കഴിഞ്ഞ് 2 കിലോന്റെ പാക്കറ്റ് വാങ്ങി അത് 50-60 ഗ്രാം ഒരു തെങ്ങിനിടുന്നത്. അത് എൻ്റെ വീട്ടില് എല്ലാ പ്രൊഡക്റ്റുകളും A to Z നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, പിന്നെ നമ്മളെ ചായപ്പൊടി, മറ്റെല്ലാ സാധനങ്ങളും നമ്മളെ പ്രൊഡക്റ്റുകളാ. നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 100% വിശ്വസിക്കണം. അല്ലാതെ നമ്മൾ വെറും പ്രൊഡക്റ്റ് വാങ്ങി വെക്കുക, ടീം ഉണ്ടാക്കുക, അതല്ല, നമ്മൾ ഉപയോഗിക്കണം. അത് കമ്പനി പറയുന്നത് വളരെ കറക്റ്റാ. ഞാൻ ഇന്ന് വെൽഹാർട്ട് 3 മാസം കൂടുമ്പോൾ കഴിക്കുന്ന ആളുകളാ. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് വല്ലാത്തൊരു വിഷമത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത്. ഞാൻ ഒരാൾക്ക് പിന്നെ നല്ലൊരു വീടാണ്, ഒരു മോളും ഒരു മോനും ആള്, 2 ആളെ കല്യാണം കഴിഞ്ഞു, നല്ല ഉഷാറായിട്ട് നല്ല ആരോഗ്യമല്ല, വണ്ടിയും കാര്യവും കാറും ലോറിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ വെൽഹാർട്ട് കഴിക്കണം, പെട്ടെന്ന് നമുക്കൊരു ബ്ലോക്ക് വന്ന പ്രയാസാന്ന് പറഞ്ഞു. അപ്പൊ ആളെന്ത് ചെയ്തു, എന്റെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് വെൽഹാർട്ട് 1 വാങ്ങി കഴിച്ചു. വാങ്ങി കഴിച്ചു. 2 മാസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നീ ഒന്നും കഴിച്ചൂടെ, നിങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് സമയമല്ല, തീരെ സമയമല്ല, അതൊന്നും കഴിക്കാൻ, അതിനൊക്കെ വലിയ പൈസ എന്നാണ്. അങ്ങനെ നിർബന്ധിച്ച് അന്നത്തെ നിർബന്ധം കൊണ്ട് അത് വാങ്ങി കഴിച്ചു. ഇപ്പൊ 9 മാസം കഴിഞ്ഞു. ഞാൻ ഇന്നലെ ആളെ കണ്ടു. ആളെ കണ്ടപ്പോ എന്നോട് പറയാണ്, എനിക്ക് സംസാരിച്ചൂടാ, എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചെന്ത്, ഞങ്ങൾ കണ്ടില്ലേ ഞാൻ മെലിഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് അന്ന് പറഞ്ഞില്ലേനോ, കെട്ടിപ്പിടിച്ച് എന്നോട് പറയാ, നിങ്ങൾ ഒന്നും പറയരുത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം. ഭയങ്കര സങ്കടം, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, ഞാൻ ഇന്നലെ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ന് പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിലും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ നിങ്ങൾ പറഞ്ഞാന്ന് കേട്ടിരുന്നുവെങ്കിൽ എനിക്കിത് വരില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. എല്ലാം നിലച്ചു. നമ്മളെ ഈ ഹൂങ്കുണ്ടല്ലോ, നമ്മൾ ഇന്ന് വലിയ ഉഷാറുണ്ട്, തടിയുണ്ട്, ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഹൂങ്ക് ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കും. ഡോക്ടർമാർ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നമ്മൾ പെട്ടുപോകാണ്ടിരിക്കണമെങ്കിൽ നമ്മളെ വെൽഹാർട്ട് കഴിക്കണം. നിങ്ങൾ ഇതാക്കണം, ഈ വെൽഹാർട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ വെൽഹാർട്ട് പിന്നെ ലിവഗൈൻ ക്യാപ്സ്യൂള് പൊട്ടിച്ചതാണ്, എല്ലാവർക്കും കാണാം. പിന്നെ ബിലോ 37 പൊട്ടിച്ചതാണ്, വെൽഹാർട്ട് പൊട്ടിച്ചതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് കഴിക്കണം. എൻ്റെ വീട്ടിൽ ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഫുള്ള് പനിയാ. എൻ്റെ പേരക്കുട്ടികൾക്ക് പനിയായിരുന്നു, എൻ്റെ മകൾക്ക് പനിയായിരുന്നു, എൻ്റെ ഭാര്യക്ക് പനിയായിരുന്നു. ഒരു ഡോക്ടറെ അടുത്തും പോയില്ല. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണേ, തക്കാളിപ്പനിയാണ്, വല്ലാത്ത പനിയാ, കാണിച്ചില്ലെങ്കിൽ അടിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ കുടുംബത്തിലുള്ള 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും നമ്മൾ വെൽഹാർട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും, ചിലപ്പോൾ കുടുംബത്തിൽ നമുക്ക് പിന്നെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, അവരോട് പറയാം, നിങ്ങൾ 2 പ്രാവശ്യം എന്നാലും കൊടുക്കുക. ഒന്ന് കഴിച്ചാൽ അവരെന്ത് ചെയ്യും, അത് കഴിക്കും. വല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മളെ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് നിറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ അതുപോലെ നമ്മളെ വീട്ടിൽ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ലിക്വിഡ്, ഈ സാധനം ഒക്കെ നമ്മളാക്കി മാറ്റുക. വാഷിങ്, ഈ വാഷിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ വീട്ടുകളിലും, ഇതിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അറിയില്ല, എല്ലാ വീട്ടിലും നിന്നുള്ള പ്രശ്നം ഈച്ചിങ് ആണ്, ചൊറി. എല്ലാവർക്കും അണ്ടർവെയർ, പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഒക്കെ ചൊറി. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? നമ്മൾ വാങ്ങുന്നത് ഏതോ കടയിലെ സോപ്പും കടയിലെ സോപ്പാ.
ഈ 5 ലിറ്റർ 2 കിലോ ചെറിയ പൈസക്ക്. അത് നമ്മളെ ആരോഗ്യം എന്താ നമ്മൾ മനസ്സിലാക്കാത്ത? നമുക്ക് തന്ന 10-60 വയസ്സ് അല്ലെ 70 വയസ്സ്, ഇതിൽ 10-50 വയസ്സ് മാത്രം ജീവിച്ച് ബാക്കി 20 വർഷം കിടക്കയിൽ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുക, പ്രയാസപ്പെട്ട്. ഇതിന് കാരണക്കാരാരാ? നമ്മൾ തന്നെ. ആയ കാലത്ത് നമ്മൾ എന്തോ ചെല്ലില്ലേ, പിന്നെ തെങ്ങ് വെച്ചാല് ആപത്ത് കാലത്ത് വെച്ചാല് നല്ല കാലത്ത് ബാക്കി എന്തോ പയമൊന്നും നമുക്ക് അറിയില്ല, നമ്മൾ അത്ര ഇതുള്ള ആളല്ലേലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാല് പിന്നെ ആ റസാഖ്സാക്ക് അറിയാം അങ്ങനത്തെ പഴമയൊക്കെ, നമുക്ക് അതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഈ ആയ കാലത്ത് ഒരു 600 550 ഉറുപ്പ്യ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം, ഒരു 60 ക്യാപ്സ്യൂള് ഇത് കൊടുക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ എന്തിനാ? നമ്മൾ കഴിക്കാൻ കഴിയൂലെങ്കിൽ നമ്മൾ ആരോഗ്യം നോക്കണം, നമ്മളെ വീട് നന്നാക്കണം, നമ്മളെ മണ്ണ് നന്നാക്കണം. ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നോക്ക്. 35 തെങ്ങും കവുങ്ങും ഇതൊക്കെ ഉള്ള. അപ്പൊ തോലിട്ട് തുറന്ന് അടിയിൽ ആദ്യം ഞാൻ ഭൂവസ്ത്രമിട്ട് അതിന്റെ മുകളിലാ തോലിട്ട്. അപ്പം മണ്ണ് നന്നാണോ? അപ്പൊ മണ്ണ് നന്നായി കഴിഞ്ഞാല് ആ മണ്ണിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ നന്നാവും. ഞാനിപ്പോ ഒരു പിന്നെ റോബസ്റ്റിന്റെ കൊല കുത്തിയിട്ടുണ്ട്, അതിന് കംപ്ലീറ്റ് ഞാനിട്ടതാ. എനിക്ക് കുറെ വായ ഉണ്ട്, നീന്തരവായ, അതിനൊക്കെ ഞാനിട്ട് ഇതാണ്. അപ്പൊ നമ്മള് എങ്കിലും നന്നാക്കിയാല് നമ്മളെ കൂടെ ആളുകൾ വരും, ടീമാവും, നമുക്ക് ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾ നോക്കി ഡയറക്ട് മാർക്കറ്റിൽ മൈ ലൈഫ് സ്റ്റൈലിലെ ലീഡേഴ്സ് ഒക്കെ ഇരിക്കുന്ന സ്റ്റേജ് നിങ്ങൾ നോക്കി. ആ സ്റ്റേജിൽ അവരെങ്ങൾ ഫോട്ടോ എടുക്കി, അവരെ സ്കിന്നിന്റെ ഒരു കളറ്. ഇപ്പോ ഞാനൊരു പ്രസവിച്ച ഒരു സ്ത്രീക്ക് അവര് ഗർഭിണിയായപ്പോ എന്നെ വിളിച്ച് എന്നോട് ചോദിച്ചു, ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ന്യൂട്രിലൈഫ് കഴിക്കണമെന്നാണ്. അത് കഴിച്ചു. അത് എന്തിനാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നല്ല പിന്നെ ഒരു രോഗങ്ങൾ ഉണ്ടാവില്ല, ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് മഞ്ഞക്കമല മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ കാണിക്കണം, അതുകൊണ്ട് അത് ഉണ്ടാവില്ല, ന്യൂട്രലൈഫ് കഴിക്കണം. ന്യൂട്രലൈഫ് കഴിച്ച് അപ്പൊ എന്നോട് പറഞ്ഞ് പ്രസവിച്ച ഉടനെ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കേണ്ടി. ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളെ കവചപ്രാശ് ഉപയോഗിക്കണം, പിന്നെ നമ്മളെ ലേഖം, നമ്മളെ പിന്നെ ചാമ്പി തൈലം ഉപയോഗിക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കാൻ സോപ്പ് നമ്മളത് ഉപയോഗിക്കണം. ഇതെല്ലാം ഉപയോഗിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മൈ ലൈഫിന്റെ പ്രൊഡക്റ്റാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുക. കാരണം നിന്നെ നോക്ക്, നിന്റെ സ്കിന്ന്, നിന്റെ കുഞ്ഞിനെ നോക്ക്, എന്തൊരു ഭംഗിയുണ്ട്. ഇത് ഉണ്ടാകുന്ന എന്താണെന്നറിയോ? നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാ. അപ്പോ എന്നോട് പറഞ്ഞാല്, കുളിപ്പിക്കുന്ന പെണ്ണ് ചോദിച്ചോലെ, ഈ കോയമ്പ് ഞാൻ എവിടെയും കണ്ടില്ലല്ലോ, എന്താ കോയമ്പോണ്ട് എന്താ ഗുണം കിട്ടും? ചാമ്പിത്തൈല ഉപയോഗിച്ച്. അപ്പൊ നമുക്കൊരു മകള് പ്രസവിക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂ? ആ ആയുർവേദ ഷോപ്പിൽ പോയിട്ട് അവിടെയുള്ള അരിഷ്ടവും അവിടെയുള്ള കോയമ്പും അവിടെയുള്ള പിന്നെ എണ്ണയൊക്കെ വാങ്ങുക. അല്ല, നമ്മളത് വാങ്ങ്. നമ്മളെ പരീക്ഷിക്കാൻ നമ്മളെ മക്കളല്ലാണ്ട് വേറെ ആളിന് പറ്റൂലല്ലോ. അത് വേറെ ആള് കാണട്ടെ, അപ്പോ അതിന് മാറ്റം ഉണ്ടാവും. ഞാൻ അങ്ങനെ തന്നെ കൊടുക്കല്. നിങ്ങൾ പ്രസവരക്ഷയായിട്ട് അവർക്ക് പിന്നെ കവചപ്രാശം കൊടുക്ക്, ലേഖോ പ്രസവിച്ചിട്ടുള്ളേ. ഈ പിന്നെ നിങ്ങള് ചാമ്പിത്തൈലം കൊടുക്ക്, അലോവേര ബോഡി ലോഷൻ കുഞ്ഞിനെ തേപ്പിക്കാൻ അത് കൊടുക്ക്, കുഞ്ഞിനെ കുളിപ്പിക്കാന് നിങ്ങള് പിന്നെ നമ്മളെ 6 സോപ്പുണ്ട്, ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ചോ. നിങ്ങൾ ഈ കെമിക്കലുള്ള സോപ്പ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ A to Z നിങ്ങളെ വീട്ടിന്റെ അകത്ത് നിന്ന് മാറാൻ കഴിയെങ്കിൽ ഇത്ര നല്ലൊരു ബിസിനസ്സും ഇത്ര നല്ല ആരോഗ്യ മേഖലയും വേറല്ല. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് ഈ മേഖലയിൽ വന്ന് പെട്ടതാണ്. ആ പെട്ടിക്കെങ്കിൽ രക്ഷപ്പെടാനുള്ള വല്ലാത്ത പെടലായി. ആ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ ഹെൽത്ത് നിർബന്ധമാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ഒരു പിന്നെ മകളെ ഭർത്താവ് 35 ലക്ഷം ഞങ്ങൾ കൊടുത്തിട്ട് ലക്ഷർ ഹോസ്പിറ്റൽ ഞങ്ങളെ ബിസിനസ് ആക്കി, ആളെ കിട്ടിയില്ല. ഒരു മാസം ഞങ്ങൾ 95 കൊടുത്തു. അത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർമാരെ കണ്ടുപിടിച്ചു കൊടുക്കരുതെന്ന് പറയും. ഞങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് 6-ാം മാസത്ത് പറഞ്ഞതറിയോ? പിന്നെ 5 മാസം കഴിഞ്ഞ് 6-ാം മാസത്തിൽ പറഞ്ഞ ഞങ്ങൾ കൊടുത്ത മരുന്നിന് സൈഡ് എഫക്റ്റ് ആയി 300% സൈഡ് എഫക്റ്റ് ആണ്. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല, ഇനി ദൈവത്തിനെ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം തിരിച്ചു വിളിച്ചു.
ഈ 35 ലക്ഷം ഈ മാസങ്ങളിലൊക്കെ നമ്മളെ അവരെന്തൊക്കെ നമ്മളെ ബൈസ്റ്റാൻഡർ ആരാണോ അവരെ പ്രലോഭിപ്പിച്ചിട്ട് അവരോട് പറയാണ് നിങ്ങൾ ഉഷാറാണ്, അത് നല്ല റിസൾട്ടാണ്, അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതാണ്, അടുത്ത് നല്ലതാണ്. ഓരോ കീമോ ചെയ്യുമ്പോൾ നമ്മളെ മോശപ്പെട്ട ഇതല്ല നഷ്ടപ്പെടുക, നമ്മളെ ശരീരത്തിന്റെ മൊത്തം നഷ്ടപ്പെടുക. അത് വീണ്ടെടുക്കാൻ പിന്നെ കഴിയില്ല. അപ്പൊ നമ്മളെ 95-ന്റെ ഉള്ള ഗുണങ്ങൾ അത് ഉപയോഗിച്ചവർക്ക് അറിയും. ഞാൻ എന്റെ ഉപ്പക്ക് 2 കൊടുത്തിട്ടുണ്ട്, എന്റെ ഭാര്യ 3 കഴിച്ചിട്ടുണ്ട്, ഞാൻ 3 കഴിച്ചിട്ടുണ്ട്. അതെന്താ നമ്മൾ കഴിച്ചുകൂടാത്തത്? നമ്മൾ വിൽക്കാനായിട്ടുള്ളതല്ല. നമുക്ക് ഹെൽത്ത് വേണമെങ്കിൽ ആ വെൽത്തും വേണമെങ്കിൽ ഹെൽത്ത് ആദ്യം ഉണ്ടാവണം. ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമ്മളെടുത്തുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷെ അതിന് നമ്മൾ 100% നമ്മൾ വിശ്വസിക്കണം ഇതെന്നെ വിജയിപ്പിക്കും എന്നുള്ളത്. അതിപ്പോ ചെയ്യാത്ത കാലത്തോളം നമ്മൾ ഈ ബിസിനസ് കുറെ ഇങ്ങനെ വിറ്റ് നടന്നതിനെ കൊണ്ട് വിറ്റ് ലാഭം കിട്ടും, പക്ഷെ നമ്മൾ കൊടുക്കുന്ന രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ നമ്മൾ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ല, എനിക്ക് വലിയ ഒരു വിവരമില്ല. പക്ഷേ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി തന്നത് ഈ കമ്പനിയാണ്. ഒരാളെടുത്ത് വർത്താൻ പറയാനോടാ എനിക്ക് ബെറലായിരുന്നു. 4 ആളെടുത്ത് പോകുമ്പോഴേക്ക് എനിക്ക് ബെറല, സംസാരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, വിദ്യാഭ്യാസവും ഇല്ല. പക്ഷെ ഡയറക്ട് മാർക്കറ്റ് ഈ കമ്പനിയിലേക്ക് വന്നപ്പോ എത്രയോ പറയാൻ, അതിനെ മണിക്കൂറുകളോളം പറയാൻ എന്റെ ലീഡേഴ്സ് എന്നെ മാറ്റി തന്നു. പേടിയില്ലാതെ പറയാൻ, മൈക്ക് പിടിച്ച് അങ്ങനെ വർക്കിയാൻ. ഇപ്പൊ മൈക്ക് പിടിച്ചാൽ വർക്കൂല. കാരണം പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യാൻ, പേഴ്സണലായിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. നമ്മളെ വീട്ടിലാണ് സംസാരിക്കുന്നെങ്കിൽ എന്റെ മുമ്പിൽ എത്ര ആളുണ്ട്, അത് നമ്മൾ കാണുന്നില്ലേ? അപ്പോ നമുക്ക് വളരാൻ, ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തികമായും ദാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മാറാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന എല്ലാവരും. അത് ശരിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. പിന്നെ ഈ സമയത്തൊക്കെ പനി എന്ന് പറഞ്ഞ് പേടിച്ച് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ഓടരുത്. നമ്മളെ പ്രൊഡക്റ്റ് ഈ ബിലോ 37 8 മണിക്കൂർ ഓടുമ്പോൾ ഓരോന്ന് കഴിച്ചാൽ മതി, പിന്നെ കഫ്നിൽ കഴിച്ചാൽ മതി. എന്നാൽ നമ്മളെ പനി നമ്മളിൽ നിന്ന് മാറും. പനി ഒരു രോഗമല്ല, അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു വേസ്റ്റാണ്. ആ വേസ്റ്റ് മാറ്റാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഇത്. പിന്നെ നമുക്ക് ചുമയാണുള്ളതെങ്കിൽ കവചപ്രാശവും കഫ്നിലും കൊടുത്താൽ മതി. ഇത് രണ്ടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതശൈലി, ഇപ്പോഴത്തെ പ്രയാസങ്ങൾ, ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറും. അങ്ങനെ നമുക്ക് വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു ഇൻകത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് എല്ലാവർക്കും സർവശക്തൻ ഇതിനെല്ലാം തുണയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ പേര് അബ്ദുൽ കരീമാണ്. ഞാൻ സ്ഥലം ബാലുശ്ശേരിക്കടുത്ത് ഈയാടാണ്. എനിക്ക് 3 കുട്ടികളാണ്. എല്ലാവരെയും കല്യാണം കഴിച്ച് 3 പെൺമക്കളാണ്. ഞാനും വൈഫും സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി മൈലൈഫിന്റെ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച്, ഇത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചായ കുടിക്കുന്നത് നമ്മളെ ചായപ്പടിയാ. അതോ 330 ഉറുപ്പ്യ കൊടുക്കണ്ടേന്ന്, 330 ഉറുപ്പ്യ കൊടുക്കണ്ടേന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതേ. 10 ഉറുപ്പ്യക്ക് ചായ കിട്ടും. അങ്ങനെ ആ ചായപ്പൊടി കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രോഗങ്ങളും വരും. ഇത് കെമിക്കലാണ്. നിങ്ങൾക്കറിയോ, ഇന്നിതാ തിരുവനന്തപുരത്ത് ഇന്നലെ മുട്ടുവേദനായിട്ട് ഒരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ഡോക്ടർ കൊടുത്തത് ആമവാദത്തിന്റെ മരുന്നാണ്. ആ സ്ത്രീയുടെ, ആ വീട്ടമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇന്നലെ സംഭവിച്ചതാ. തിരുവനന്തപുരത്ത് മുട്ടുവേദനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ കൊടുത്തത് ആമവാദത്തിന്റെ മരുന്ന്. എന്നിട്ട് ആ സ്ത്രീയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. നമുക്ക് നമ്മളെ ലീഡേഴ്സ് വ്യക്തമായി ട്രെയിനിങ് ആയിരുന്നു, ഇന്ന കാര്യത്തിന് ഇന്ന പ്രൊഡക്റ്റാ കൊടുക്കേണ്ടിയെന്ന്. അത് പറഞ്ഞിട്ട് നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോ നല്ല മാറ്റം വരുന്നു. അങ്ങനെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും ലീഡേഴ്സിനോട് ഒന്ന് ചോദിക്കുക, ഇന്ന പ്രശ്നമുള്ള ആളാണ് എൻ്റെ അടുത്തുള്ളത്, അവർക്ക് എന്താ കൊടുക്കേണ്ടിയെന്ന് അവര് പറഞ്ഞുതരും. അത് നിങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ എന്ത് ചെയ്യണം? ഒന്ന് കൊടുത്താല് 1 മാസം ഇല്ല, 1 to 3 മന്ത് അല്ലെങ്കിൽ 6 മാസം. ഈ വെരിക്കോസിനൊക്കെ നമ്മൾ 6 മാസം തന്നെ പറയണം. 6 മാസം. ഇപ്പൊ അടുത്ത് ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ പറഞ്ഞു, 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ കാല് കാണിച്ചു തന്നെ ഫോട്ടോത്തില്.
ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറേയും കൊണ്ട് ഫസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ടറേയും കൊണ്ട് സാധനം വാങ്ങാൻ പോയതാണ് തിരുവത്തക്കടവ്. അപ്പൊ കാല് ഈ വണ്ണുണ്ട്. എന്നിട്ട് 22 ആ പെണ്ണിനോട് പറഞ്ഞത് 6 മാസം ഇത് ഉപയോഗിക്കണമെന്ന്. 22ാമത്തെ ദിവസം ശരിക്ക് നമ്മളെ നോർമൽ കാലാക്കി എടുത്തു. ഈ സ്ത്രീ ലക്ഷങ്ങൾ ചെലവാക്കി ഈ വെരിക്കോസ് പെയിൻ. പക്ഷെ കൊടുത്തതോ ബ്ലഡ് പ്യൂരിഫൈ, ഡെയിലി ഡിറ്റോസ്, വെൽഹാർട്ട്, ചാമ്പി തൈലം. ആദ്യം 95 കൊടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഡെയിലി ഡിറ്റോസ് കൊടുത്തിട്ടേ ഇത് കൊടുക്കാവുന്നു. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ രോഗം മാറി. ഡോക്ടർമാരെടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് നരമ്പ് വലിക്കാൻ, എന്റെ വൈഫിന് നരമ്പ് വലിച്ചതാ. ഇത് അശോകയെ കൊണ്ടുപോയിട്ട് നരമ്പ് വലിച്ചതാ. 1 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി. ഇപ്പതാ നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോ നമ്മളെടുത്തുള്ള സാധനം എന്താന്നുള്ളതിന്റെ വില നമുക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമ്മളെ വീട്ടിലെങ്കിലും എല്ലാ പ്രൊഡക്റ്റുകളും, ബാത്റൂമിലൊന്നും ഒരു സാധനം ആർപ്പിക്കും കാണരുതായിരുന്നു. എല്ലാവരും നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ പ്രൊഡക്റ്റ് ആക്കുക. ഇത് കഴിക്കുന്നത് ഉള്ളിൽ കഴിക്കുന്നത് തൈലം നമ്മളത് ഉപയോഗിക്കുക. ഞാനിപ്പോ പെർനസ്ട്രീം ഇട്ടിട്ട് അങ്ങനെ എണ്ണ ഞാൻ നമ്മളതാ ഉപയോഗിക്കുന്നത്. അതിന് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളത് ഉപയോഗിച്ച് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമുക്ക് വളരാനും നല്ല ഉന്നതങ്ങളിൽ വെച്ച് എല്ലാവരെയും കാണാനും സർവശക്തൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. താങ്ക് യു വെരി മച്ച്.